മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു, അതിലേക്കാണ് പോകുന്നത്. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ സംഘർഷം. HSS വിഭാഗം മൈം മത്സരം നടക്കുന്നതിനിടെ മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ സംഘർഷം ഉണ്ടായി. വിധികർത്താക്കളെ ചൊല്ലിയുള്ള പ്രശ്നം പിന്നീട് കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി വിധികർത്താക്കളെ വേദിയിൽ നിന്നും മാറ്റി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. ഞങ്ങൾക്ക് 6ാമത്തെ പൊസിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഞങ്ങൾ അത്രയും തെറ്റിക്കാതെ കളിച്ചത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. എന്നിട്ട് നേരിട്ട് ജഡ്ജസിനെ കണ്ട് സംസാരിക്കാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല. ജഡ്ജസിന്റെ അടുത്തേക്ക് പോകാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്തിനാ കലോത്സവം? ഞങ്ങൾ കഷ്ടപ്പെട്ട്, ഞങ്ങൾ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാണ്. ഇങ്ങനെ കൊടുക്കാനാണെങ്കിൽ എന്തിനാ ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുന്നത്? ഞങ്ങൾക്ക് 30 മാർക്കിന് അപ്പീൽ കൊടുത്ത് പോകാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മനഃപൂർവ്വം 6ാമത്തെ പൊസിഷനിലേക്കാണ് ഒരുക്കിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ എന്തിനു വന്ന് കളിക്കുന്നത്? എന്തിനാണ് ജില്ലാ കലോത്സവം? ഇവിടെ എത്ര ടീം ഇവിടെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഈ ജഡ്ജസിന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോലും ഒരു കാര്യം ഉണ്ടായില്ല. ഒരു സാറ് പഠിപ്പിച്ച മൈൻഡിന്റെ ഫസ്റ്റും സെക്കൻഡും കൊടുത്തിരിക്കുന്നത്. വേറെ ഒരാൾ ചോദിക്കുന്നത് പറയും കേൾക്കാൻ പോലും ജഡ്ജസിന് സമയമില്ല. ഞങ്ങൾ അവരെടുത്തേക്ക് എത്തിക്കണില്ല. റിസൾട്ട് പറഞ്ഞിട്ട് എല്ലാ ടീമിലും A ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അനൗൺസ് ചെയ്തു അവരങ്ങ് പോയി. എന്താണ് കാരണം? ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോലും അവർ റെഡിയല്ല. അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ചോദിച്ചിട്ട് ഞങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ അവരിങ്ങനെ ചെയ്യുന്നത്? ശരിയായി കളിച്ചവർക്ക് കൊടുക്കട്ടെ, ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഒരിക്കലും പറയണില്ല. കളിച്ചവർക്ക് കൊടുക്കട്ടെ. റൂൾസ് ഉണ്ട്, മൈമിന്റെ റൂളുകൾ പലതും തെറ്റിച്ചവർക്കാണ് അവർ A ഗ്രേഡ് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ആർക്കും ഒരു A ഗ്രേഡ് എങ്ങനെ കൊടുക്കുക? നല്ല രീതിക്കല്ലേ ഇങ്ങനെ നമ്മള് നോക്കി കാണേണ്ടത്. ഇവരെന്താ ചെയ്യണത്? ഇങ്ങനെയാണ് കലോത്സവം. എന്തിനാണ്? വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ടല്ലല്ലോ. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലെ സംഘർഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. HSS വിഭാഗം മൈം മത്സരത്തിനിടെയാണ് മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ സംഘർഷമുണ്ടായത്. വിധികർത്താക്കളെ ചൊല്ലിയുള്ള പ്രശ്നം പിന്നീട് കയ്യാങ്കളിയിലെത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. മൈം അവതരിപ്പിച്ച വിദ്യാർത്ഥികളും സംഘാടകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി വിധികർത്താക്കളെ വേദിയിൽ നിന്നും മാറ്റിയെന്നതാണ് അറിയാൻ കഴിഞ്ഞത്. മൈം അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. 6ാം പൊസിഷനിലെത്തിയ ഒരു ടീമിലെ കുട്ടിയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മൈമിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കാണ് A ഗ്രേഡ് കൊടുത്തത്. എന്തുകൊണ്ട് തങ്ങൾ 6ലേക്ക് ഒതുക്കപ്പെട്ടു എന്നൊരു കാര്യത്തിൽ വിധികർത്താക്കളെ ഒന്നും പറഞ്ഞില്ല. വിധികർത്താക്കളെ ഞങ്ങൾക്ക് സമീപിക്കാനുള്ള ഒരു സാഹചര്യം പോലും സംഘാടകർ തന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു വിധികർത്താക്കളെ ചൊല്ലി സംഘാടകരും വിദ്യാർത്ഥികളും തമ്മിൽ, മൈം അവതരിപ്പിച്ച വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായത്. എന്തായാലും പോലീസ് എത്തി ഇപ്പോൾ സ്ഥലത്ത് നിന്ന് വിധികർത്താക്കളെ വേദിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്.